ഇങ്ങനെയാണ്. ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇദ്ദേഹത്തിനായിരുന്നു, സ്വാന്തി പേബു എന്ന് പറഞ്ഞ്. ഇദ്ദേഹമാണ് ഇന്ന് നമ്മൾ പറയുന്ന ആർക്കിയോജെനറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹമാണ് നിയാൻഡർത്തൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ, നമ്മളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യരുടെ ജീനോം ആദ്യമായിട്ട് സീക്വൻസ് ചെയ്തത്. ആ മനുഷ്യരുടെ ജീനോം സീക്വൻസിങ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ വർഷത്തെ നോബൽ സമ്മാനം കൊടുത്തത്, പരിണാമത്തിനുള്ള നോബൽ സമ്മാനം. പരിണാമത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും അർഹതപ്പെട്ട പുരസ്കാരം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം ഇത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ഫീൽഡേ അല്ല. പലരും കൈവച്ച് നോക്കി ഇത് ശരിയാവില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് എന്താണ്? ഈ പറയുന്ന പുരാതനമായിട്ടുള്ള അസ്ഥികൂടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ DNA വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള DNA ആണ് നമ്മൾ ആൻഷ്യൻ്റ് DNA എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ആൻഷ്യൻ്റ് DNAയുടെ പ്രത്യേകത എന്നുള്ളത് അത് പറയണമെന്നുണ്ടെങ്കിൽ, ആൻഷ്യൻ്റ് DNA ഞാൻ പറഞ്ഞല്ലേ, 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ബയോളജിയിലെ ഒരു ഐറ്റമാണ് ഈ ആൻഷ്യൻ്റ് DNA. കാരണം നമുക്കറിയാം, ജീവശാസ്ത്രം അഥവാ ബയോളജി മഹത്തായിട്ടുള്ളൊരു സംഭാവന ലോകത്തിന് നൽകിയിട്ടുണ്ട്, മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാണ് ഈ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. ജീവജാതികളെക്കുറിച്ച് പഠിക്കുന്നു, മനുഷ്യ ശരീരത്തിനെക്കുറിച്ച് പഠിക്കുന്നു. അതെല്ലാം മനുഷ്യന് വന്നു ഭവിക്കുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നും ആ വന്നുപെടുന്ന രോഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ അറിവ് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു വിഷയം സംഭാവന ചെയ്തത് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ ജീവശാസ്ത്രം ഉണ്ടാക്കിയെടുത്തത്. 21ാം നൂറ്റാണ്ടിൽ ബയോളജി വീണ്ടും ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു മേഖല തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖലയെ വിപ്ലവാത്മകരമായിട്ടുള്ളൊരു ഒരു വഴിയിലൂടെ നയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഏതാണ് സബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഹിസ്റ്ററി. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ എഴുതി വെച്ചതാണ്. അതിനകത്ത് സത്യമുണ്ട്, കള്ളമുണ്ട്, മനുഷ്യൻ മനഃപൂർവ്വം എഴുതി ചേർത്തതുണ്ട്, സംശയങ്ങളുണ്ട്, എല്ലാം അവിയൽ പരുവത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചരിത്രത്തിനെ പഠിച്ചത് പല പുസ്തകങ്ങളിൽ നിന്നും പല ആൾക്കാരെഴുതിയ കുറിപ്പുകളിൽ നിന്നുമൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബയോളജിയുടെ കണ്ണിലൂടെ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഏൻഷ്യൻ്റ് DNA എന്ന് പറയുന്നത്. ഈ ഏൻഷ്യൻ്റ് DNA ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു സംസ്കാരം ഉണ്ടെന്നിരിക്കട്ടെ, ആ സംസ്കാരം കുറേ കാലങ്ങൾക്ക് ശേഷം അത് നശിച്ചു പോയി. എന്നിട്ട് ആ സംസ്കാരം ഇരുന്ന ചുറ്റുപാടിലൊക്കെ വേറെ കുറേ മനുഷ്യർ വന്നു, അവരാണിപ്പോൾ അവിടെ താമസിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ആ സംസ്കാരത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ഡിസെൻഡൻസ് ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൻഷ്യൻ്റ് DNA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. ഈ ലോകത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ സംസ്കാരങ്ങളിൽ ഒരെണ്ണമാണ്, ഏറ്റവും മഹത്തായ സംസ്കാരങ്ങളിൽ ഒരെണ്ണമായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരുടെ ഡെവലപ്മെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല, ആ ജനങ്ങൾ എങ്ങോട്ട് പോയി എന്ന് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പോലും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. ഏൻഷ്യൻ്റ് DNA വന്നതോടുകൂടി അവിടുത്തെ ജനങ്ങൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ട്. 2019 സയൻസ് എന്ന് പറയുന്ന ഒരു മാസികയിൽ അതിൻ്റെ പഠനം പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. അതിനെക്കുറിച്ച് അത് വലിയൊരു പഠനമാണ്. അതിനെക്കുറിച്ച് ഞാൻ 1.5 മണിക്കൂറുള്ള ഒരു പ്രസൻറ്റേഷൻ, ആര്യന്മാരുടെ കുടിയേറ്റം 2019 തെളിവുകളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടം ജനങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ തീർത്തും ബന്ധമില്ലാത്ത ആൾക്കാരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഏൻഷ്യൻ്റ് DNA ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി അപ്പോൾ എന്താണ് ഈ പറയുന്ന DNA ഒന്ന് വെറുതെ ചുരുക്കി പറയാം, പലർക്കും അറിയാമായിരിക്കും. ഈ DNA എന്ന് പറയുന്നതാണ് നമ്മുടെ ജനിതകം അല്ലെങ്കിൽ ജനിതക തന്മാത്ര എന്നൊക്കെ വിളിക്കുന്ന സംഭവം. നമ്മുടെ ശരീരമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളാലാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോശങ്ങളുടെ അകത്തും ഉള്ള ഒരു പദാർത്ഥം, ഒരു തന്മാത്രയാണ് ഈ പറയുന്ന DNA എന്ന് പറയുന്നത്, ഒരൊറ്റ കോശം ഒഴിച്ച്. അതാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഒഴിച്ച് ബാക്കി എല്ലാ കോശങ്ങൾക്കും DNA ഉണ്ട്. എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന DNA തന്മാത്രയാണ്. ചുവന്ന രക്താണുക്കൾ ഉണ്ടായി വരുന്ന സമയത്ത് അതിന് DNA ഉണ്ടായിരിക്കും. പക്ഷേ അത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് DNA പുറത്തേക്ക് പോവുകയാണ്
ചെയ്യുന്നത്. കാരണം ചുവന്ന രക്താണുക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തെ എമ്പാടും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം അതിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ DNA അത് പുറത്താക്കുന്നു. ആ ഒരു കോശം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോശത്തിനും DNA ഉണ്ട്. എല്ലാ കോശങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന DNA ആണ്. ഇനി ഈ DNA എന്ന് പറയുന്ന ഒരു വലിയൊരു തന്മാത്രയാണ്. അത് ഈ നമുക്ക് കാണാൻ പോലും പറ്റാത്ത കോശത്തിനകത്ത് ചുരുട്ടി ചുരുട്ടി പന്ത് പോലെ ആകൃതിയുള്ള ഹിസ്റ്റോൺസ് എന്ന് പേരുള്ള ഒരു പ്രോട്ടീൻ്റെ ചുറ്റാകെ ചുറ്റി 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 ആണ് വെച്ചിരിക്കുന്നത്. ഇതിനെ നിവർത്തി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2 മീറ്ററോളം നീളം വരും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 മീറ്ററോളം. നമ്മളെ കാട്ടി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 2 മീറ്റർ പൊക്കം ഉണ്ടോ? അപ്പോൾ നമ്മളെ കാട്ടി ഉയരം കാണും ഈ DNA നിവർത്തി എടുത്തു കഴിഞ്ഞാൽ. അത്രയും വലിയ ഒരു തന്മാത്രയാണ് ഈ DNA എന്ന് പറയുന്നത്. ഈ DNA 4 വേറെ തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 തന്മാത്രകൾ കൊണ്ടാണ്, ഈ 4 തന്മാത്രകൾ കൊണ്ടാണ് ഈ DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഏത് ജീവജാലത്തിൻ്റെ DNA എടുത്തു കഴിഞ്ഞാലും ഈ 4 കൊണ്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും കൂടെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഭൂമിയിൽ ഒരു തവണ മാത്രമേ ജീവൻ ഉണ്ടായിട്ടുണ്ടാവൂ എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും ജനിതക പദാർത്ഥം ഈ പറയുന്ന 4 അക്ഷരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന 4 തന്മാത്രകളെ ചുരുക്കി 4 അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അഡിനിനെ A, തൈമിനെ T, ഗ്വാനിനെ G, സൈറ്റോസിനെ C, ATCG എന്ന് പറയുന്ന ഈ 4 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഏത് രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അടുക്കി വെച്ചിരിക്കുന്നതിൽ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനനുസരിച്ചിട്ടായിരിക്കും ആ DNA ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങൾ കാണാം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ ധർമ്മം. ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ബ്ലഡിനകത്തേക്ക് വരുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഇൻസുലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷരമാലയാണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതാണ്ട് 1400ഓളം അക്ഷരങ്ങളുണ്ട്. ഞാനിവിടെ 70 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ സ്ലൈഡിലെല്ലാം കൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന DNA ചില ഭാഗങ്ങളുണ്ട്, ഒരു കൂട്ടം അക്ഷരമാലകൾ. അവയെ നമ്മൾ ജീനുകളെന്ന് വിളിക്കും. അപ്പോൾ ജീനുകൾക്ക് വലിപ്പം കുറവുള്ളതുണ്ട്, ഇടത്തരം വലിപ്പമുള്ളതുണ്ട്, ചെറിയ വലിപ്പമുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം എത്രയാണോ അതിനെയാണ് നമ്മൾ സൈസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസുലിൻ്റെ സൈസ് ഏതാണ്ട് 1400ഓളം ബേസ് പെയറുകളെന്നാണ് നമ്മൾ പറയുക. 1400 സൈസാണ് ഇൻസുലിൻ ഉള്ളത്. അങ്ങനെ വളരെ ചെറിയ പ്രോട്ടീനുണ്ട്. ചില ക്യാൻസറുകളെയൊക്കെ പ്രതിരോധിക്കുന്ന, ക്യാൻസർ കോശങ്ങളൊന്നും ശരീരത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില ജീനുകൾക്ക് 70,000 80,000 സൈസൊക്കെ ഉള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ ജീനുകളുടെ ഈ അക്ഷരമാലകൾ വായിച്ചെടുക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. ഈ പരിപാടി നമുക്കറിയാമെങ്കിൽ, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടോ, നമ്മൾ ഏത് കുലത്തിൽ നിന്നാണ് വന്നത്, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, നമ്മൾ ആരോടൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഈ മൊത്തം DNA സീക്വൻസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ DNA കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു. അത് 2003 മറ്റോ കംപ്ലീറ്റ് ആയിട്ട് അതിനെ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു. 15 വർഷം എടുത്ത പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 400 കോടി രൂപയോ മറ്റോ ആയി അത് മൊത്തം സീക്വൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 വർഷം എടുത്തു. പക്ഷേ ഇന്ന് നിങ്ങളുടെ ആരെങ്കിലും DNA സീക്വൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനകം കാര്യം കിട്ടും. അതായത് ടെക്നോളജി അത്രമാത്രം വളർന്നു കഴിഞ്ഞു. അതിന് മൊത്തം ഒരു 60,000 രൂപയ്ക്ക് താഴെ ചിലവാവേ ഉള്ളൂ. അപ്പോൾ 400 കോടിയിൽ നിന്ന് 60,000 രൂപയിലേക്ക് 15 വർഷത്തിൽ നിന്ന് വെറും 3 ദിവസത്തിലേക്ക്. അങ്ങനെയാണ് ടെക്നോളജി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ മൊത്തം DNA സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ജീനിന് തകരാറ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ജനിതക രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ നമുക്കിന്നുണ്ട്. അപ്പോൾ ഈ സീക്വൻസിങ് പരിപാടി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സാംഗർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് 2 തവണ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി ഉള്ളപ്പോൾ പിന്നെ വീണ്ടും ഈ സ്വാന്തേ പേപ്പുവിന് എന്തിനാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്? അത് വെച്ചിട്ട് അങ്ങ് സീക്വൻസ് ചെയ്താൽ പോരെ എന്നായിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഏൻഷ്യൻ്റ് DNA എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു DNA. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് DNA എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതിനധികം കേടുപാടുകളൊന്നും ഉണ്ടാവില്ല.
പക്ഷെ ഒരു ജീവജാതി മരിച്ചു കഴിഞ്ഞാൽ അത് ആ ജീവി ജീർണിക്കുന്നതിനനുസരിച്ച്, അതിൻ്റെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ഈ DNA എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ DNA കുറച്ച് കേടുപാടുകൾ സംഭവിക്കും. ഈ DNA പൊട്ടി 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 വളരെ ചെറിയ കഷ്ണങ്ങളായിപ്പോവും. അതിനെ ലിറ്ററേച്ചറിലൊക്കെ പറയുന്നത് അൾട്രാ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഭയങ്കരമായിട്ടങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വേർതിരിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ സാമന്ത പവേൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, എങ്ങനെയെങ്കിലും ഈ പൊട്ടിപ്പോയിട്ടുള്ള DNA വേർതിരിച്ചെടുത്തിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീക്വൻസ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശ്രമം. ഇദ്ദേഹം 1985 ഇദ്ദേഹം അന്നൊരു PhD സ്റ്റുഡൻ്റാണ്. അദ്ദേഹം ഒരു ബാക്ടീരിയോഫേജിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് വായിച്ചതാണ്. ബാക്ടീരിയോഫേജ് എന്ന് വെച്ചാൽ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസാണ്, ബാക്ടീരിയയെ ആക്രമിക്കുന്ന വൈറസ്. അപ്പോൾ അതിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ വേറെ ആയിരുന്നു. ഇതുപോലത്തെ ഏൻഷ്യൻ്റ് DNA ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. 1985. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫസർ അറിയാതെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈജിപ്ഷ്യൻ മമ്മിയിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇദ്ദേഹം 23 മമ്മിയിൽ നിന്ന് DNA എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം ഒരു 2400 ഏതാണ്ട് 2400 വർഷം പഴക്കമുള്ള ഒരു കുട്ടി മമ്മിയിൽ നിന്ന് ഇദ്ദേഹം DNA സീക്വൻസ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ലോകത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള നേച്ചർ മാസികയിൽ അത് പ്രസിദ്ധീകരിച്ചു. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഗവേഷണം ചെയ്തതായിട്ട്. അന്ന് ഭയങ്കര വലിയൊരു വിപ്ലവമായിരുന്നു. അദ്ദേഹം ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അത് വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു ഗവേഷണ പ്രബന്ധം കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് പല ശാസ്ത്രജ്ഞർക്കും ഒരു സംശയമുണ്ട്, ഇദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഈ മമ്മിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത DNAക്ക് ഏതാണ്ട് 3400ഓളം ബേസ് പെയർ സൈസ് ഉണ്ട്. സാധാരണ ഇങ്ങനെ ഏൻഷ്യൻ്റ് DNAക്ക് അത്രയും സൈസ് വരില്ല, പൊട്ടി 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 ചെറിയ കഷ്ണങ്ങളായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മമ്മി എന്ന് പറയുന്നത് ആർക്കിയോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ പല ആൾക്കാരെ ഇത് കണ്ടെടുത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ മമ്മിയെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ചെയ്തത് വഴി ആ ഹാൻഡിൽ ചെയ്ത ആളിൻ്റെ DNA അതിനകത്തേക്ക് വരും. അപ്പോൾ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രഷ് DNA ആണ്. ഫ്രഷ് DNA ആയിരിക്കാം ഇദ്ദേഹത്തിന് ഇത്രയും നീളമുള്ള DNA കിട്ടിയെന്ന് സംശയിക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാരുണ്ട്. എങ്കിലും അതിനെ ഒരു ശുഭ പ്രതീകമായിട്ടാണ് അന്ന് പല ആൾക്കാരും കണ്ടത്. ഒരു ഹോപ്പുണ്ട്, നമുക്ക് ഇതുപോലുള്ള മമ്മികളിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പഴക്കം ചെന്ന 2500 വർഷം അല്ലെങ്കിൽ 3500 വർഷം പഴക്കമുള്ള സ്പെസിമെനിൽ നിന്നൊക്കെ നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും